എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൺഫൈൻഡ് സ്പേസിനെ കുറിച്ചാണ്. എന്താണ് കൺഫൈൻഡ് സ്പേസ് എന്ന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും. ഓഷ ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ 29 CFR 1910.146 പാര ബിയിൽ കൺഫൈൻഡ് സ്പേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഏതൊരു സ്ഥലവും അതിനകത്തേക്ക് വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി ബോഡിലി എൻട്രി ചെയ്യാൻ സാധിക്കുന്നതും എൻട്രി ആൻഡ് എക്സിറ്റ് റെസ്ട്രിക്റ്റഡും, അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ഫോർ കണ്ടിന്യൂവൽ ഹ്യൂമൻ ഒക്യുപ്പൻസി. ഈ 3 ക്രൈറ്റീരിയാസാണ് ഓഷ പറയുന്നത്. ഈ 3 ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുന്ന ഏതൊരു സ്ഥലത്തിനെയും നമുക്ക് കൺഫൈൻഡ് സ്പേസ് എന്ന് പറയാം. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മളൊരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ ബോഡിലി എൻട്രി ചെയ്യാൻ സാധിക്കണം. എൻട്രി ആൻഡ് എക്സിറ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ഫോർ കണ്ടിന്യൂവൽ ഹ്യൂമൻ ഒക്യുപ്പൻസി. അത് ഒരു പെർമനൻ്റ് ഒരാൾക്ക് താമസിക്കാവുന്ന അല്ലെങ്കിൽ താമസയോഗ്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമല്ല. അതാണ് ഈ ഓഷയുടെ ഡെഫിനിഷൻ. അപ്പോൾ സാധാരണ കൺഫൈൻഡ് സ്പേസ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസ് ആൻഡ് നോൺ പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസിനെ കുറിച്ചാണ്. അത് എക്സാമ്പിൾ, പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാൻഹോളുകൾ, ഡ്രെയിനേജുകൾ, എക്സ്കവേഷൻസ്, ഡീപ്പ് എക്സ്കവേഷൻസ്, പലതരത്തിലുള്ള ടാങ്കുകൾ, കെമിക്കൽ ടാങ്ക്സ്, സൈലോസ്, ഡൈജസ്റ്റേഴ്സ്, റിയാക്ടർ ടാങ്ക്സ്, പ്രഷർ വെസൽസ്, പൈപ്പ് ലൈൻസ്, ഇതെല്ലാം ഒരു കൺഫൈൻഡ് സ്പേസിന് ഉദാഹരണങ്ങളാണ്. കാര്യം, ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ കാര്യം, ഒരു എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് സേഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആർക്ക്? വർക്കേഴ്സിന്. അപ്പോൾ ഒരു കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് അത് ഒരു ഡിസൈൻഡ് വഴിയിൽ ഒരു ഹസാർഡസ് ഏരിയയാണ്, ഒരു അപകടം പിടിച്ച സ്ഥലമാണ്. അതിനകത്ത് പലതരത്തിലുള്ള വിഷവാതകങ്ങൾ, ടോക്സിക് ഗ്യാസുകൾ, ഫ്ലാമബിൾ ഗ്യാസുകൾ, ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി, ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ അപകടങ്ങളെക്കുറിച്ച് ഞാൻ വരാൻ പോകുന്ന വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് കൺഫൈൻഡ് സ്പേസ് എന്നുള്ളതിനെക്കുറിച്ചാണ്. എല്ലാ കൺഫൈൻഡ് സ്പേസുകളും സുരക്ഷിതമായിരിക്കില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസസ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം, അതിനകത്ത് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്തിനാണ് നമ്മൾ കൺഫൈൻഡ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ടാങ്കിൽ പെട്രോളാണ്, അതിൽ ഡീസൽ നിറയ്ക്കണം. അപ്പോൾ പെട്രോൾ മാറ്റിയിട്ട് ഡീസൽ നിറയ്ക്കും, ക്ലീൻ ചെയ്തിട്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ നിറയ്ക്കണം, അപ്പോൾ അതിനകത്തുള്ള വാതകങ്ങൾ മാറ്റിയിട്ട് അതിനകത്തുള്ള വസ്തു ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് വേറെ വസ്തു നിറയ്ക്കും, ക്ലീനിങ് പർപ്പസസിന്. ഇൻസ്പെക്ഷൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഫിറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം, ഇൻസ്പെക്ടേഴ്സ് പോയി ഇൻസ്പെക്ട് ചെയ്യണം, അതിനുവേണ്ടി കൺഫൈൻഡ് സ്പേസിൽ ഇറങ്ങാം. റിപ്പയർ വർക്കിന് ഇറങ്ങാം. മെയിൻ്റനൻസ് ജോബ്, പെയിൻറ്റിങ്, ചിപ്പിംഗ്, സാൻഡ് ബ്ലാസ്റ്റിംഗ്, വെൽഡിങ്, ഗ്രൈൻഡിങ്, അങ്ങനെയുള്ള ഏത് ജോലിക്ക് വേണമെങ്കിലും കൺഫൈൻഡ് സ്പേസസിൽ ഇറങ്ങാം. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വല്ല മോട്ടറോ പമ്പോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതിനകത്ത് ഇറങ്ങാം. പല മീറ്റർ റീഡിങ്ങിന് വേണ്ടി ഇറങ്ങാം. ആരെങ്കിലും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയും ഇറങ്ങാം, റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയും കൺഫൈൻഡ് സ്പേസസിൽ ഇറങ്ങാം. ഈ കൺഫൈൻഡ് സ്പേസസിൽ ഇറങ്ങുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറുകളെ പറ്റി ഞാൻ വരാൻ പോകുന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊസീജിയർ അനുസരിച്ച്, എന്തുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സേഫ് സിസ്റ്റം ഓഫ് വർക്കിൻ്റെ ഭാഗമാണ്. ഏതൊരു അപകടം പിടിച്ച ജോലിയും അതിലെ അപകടങ്ങൾ കുറവാക്കിക്കൊണ്ട് സുരക്ഷിതമായി വർക്കേഴ്സിന് സുരക്ഷിതമായി ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയേഴ്സാണ് ഈ പറഞ്ഞ സേഫ് സിസ്റ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സേഫ് സിസ്റ്റം ഓഫ് വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഏതൊരു കൺഫൈൻഡ് സ്പേസസിലും ചുമ്മാ അങ്ങ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പെർമിറ്റ് റിക്വയർഡ് കൺഫൈൻഡ് സ്പേസസിൽ നിങ്ങൾക്ക് ആ പെർമിറ്റ് എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പെർമിറ്റ്? പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അപകടം പിടിച്ച ജോലിയെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പെർമിറ്റ്. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡോക്യുമെൻ്റാണ്, ഒരു ഡോക്യുമെൻറ്റേഷൻ. പലതരത്തിലുള്ള പെർമിറ്റുകളെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ഹോട്ട് വർക്ക് പെർമിറ്റ്, കോൾഡ് വർക്ക് പെർമിറ്റ്, വർക്കിംഗ് അറ്റ് നൈറ്റ് പെർമിറ്റ്, കൺഫൈൻഡ് സ്പേസ് എൻട്രി പെർമിറ്റ്, അങ്ങനെ ഒരുപാട് പെർമിറ്റുകളുണ്ട്. എന്തിനാ പെർമിറ്റ്? അപകടം പിടിച്ച ജോലികളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറാണ്, ഒരു ഡോക്യുമെൻറ്റേഷനാണ് ഈ പെർമിറ്റ്. പെർമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് സൈറ്റിലെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ അതിനകത്ത് സൈൻ ചെയ്യുമ്പോഴാണ് ആ പെർമിറ്റ് വാലിഡ് ആകുന്നത്. ഒരാൾ മാത്രമല്ല, ഒന്നിലധികം പേര് അതിനകത്ത് സൈൻ ചെയ്യേണ്ടി വരും. പെർമിറ്റിൻ്റെ ഒരു ക്ലാസ് ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ പെർമിറ്റ് വേണം. പെർമിറ്റ് എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അപകടം പിടിച്ച ജോലിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കൺഫൈൻഡ് സ്പേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യണം. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരും? ആവശ്യമുള്ള ആളുകളെ ഗ്യാദർ ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. ഇവാക്യുവേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. എമർജൻസി പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. ടീമിൽ ആരൊക്കെ വേണമെന്നുള്ള സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളിലൊക്കെ അയക്കണം. അപ്പോൾ ഈ പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഈ കൺഫൈൻഡ് സ്പേസിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ കൺഫൈൻഡ് സ്പേസിൻ്റെ കൺഫിഗറേഷൻ എങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, ഏത് ഷേപ്പിലുള്ളതാണ്, പൊക്കം കൂടിയതാണോ പൊക്കം കുറഞ്ഞതാണോ, അല്ലെ അണ്ടർഗ്രൗണ്ടാണോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ മുകളിലാണോ, ടാങ്കാണോ വെസലാണോ, കൺഫൈൻഡ് സ്പേസ് അതായത് ഡ്രൈനേജ് ആണോ അല്ലെ മാൻഹോളാണോ, എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ കൺഫിഗറേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കൺഫിഗറേഷനിൽ മെയിനായിട്ട് അതിനകത്തുള്ള കൺസ്ട്രക്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അകത്തുള്ള കൺസ്ട്രക്ഷൻ? ഓപ്പൺ കൺഫൈൻഡ് സ്പേസ് ആണോ അല്ലേ? ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് പോലെ തന്നെ, പ്ലാസ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ പണിയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കൺസ്ട്രക്ഷനും ഇല്ല. സുഖമായിട്ട് ഒരാൾക്ക് ഇറങ്ങി 1-2 പേർക്ക് ഇറങ്ങി സുഖമായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ കാലിയായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു കൺഫൈൻഡ് സ്പേസിന് ഓപ്പൺ കൺഫൈൻഡ് സ്പേസസ് എന്ന് പറയും. ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് കാണും. ചിലപ്പോൾ സ്കഫോൾഡിങ് ഉണ്ടാവും, ചിലപ്പോൾ അതിനകത്ത് പൈപ്പ് ലൈൻസ് ഉണ്ടാവും, ചിലപ്പോൾ ലാഡേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, പല മോട്ടറുകളുണ്ടാവും, ഫ്ലാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൺഫൈൻഡ് സ്പേസിന് നമ്മൾ ഒബ്സ്ട്രക്റ്റഡ് കൺഫൈൻഡ് സ്പേസ് എന്ന് പറയും. അതുപോലെ തന്നെ ചില കൺഫൈൻഡ് സ്പേസിൻ്റെ ഉയരത്തിനനുസരിച്ച് എലിവേറ്റഡ് ആൻഡ് നോൺ എലിവേറ്റഡ് കൺഫൈൻഡ് സ്പേസസ് എന്ന് പറയും. അതായത് അതിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ഹാച്ച് നമ്മൾ അതിനകത്തുള്ള കയറാനും ഇറങ്ങാനുള്ള ഒരു വഴി ഹാച്ച് എന്ന് വേണേൽ പറയാം. അത് 1.2 മീറ്ററിന് മുകളിലാണെങ്കിൽ നമ്മളതിനെ എലിവേറ്റഡ് കൺഫൈൻഡ് സ്പേസ് എന്ന് പറയും. 1.2 മീറ്ററിന് താഴത്താണെങ്കിൽ അതിനെ നമ്മൾ നോൺ എലിവേറ്റഡ് കൺഫൈൻഡ് സ്പേസ് എന്ന് പറയും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറക്ഷൻ ഓഫ് എൻട്രി, എങ്ങനെയാണ് നമ്മളത് കയറുന്നത് അകത്തേക്ക്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതാണെങ്കിൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ എൻട്രി കൺഫൈൻഡ് സ്പേസ് എന്ന് പറയും. സൈഡിൽ നിന്ന് കയറുന്ന ടൈപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ എൻട്രി കൺഫൈൻഡ് സ്പേസ് എന്ന് പറയും. വെർട്ടിക്കൽ എൻട്രി കൺഫൈൻഡ് സ്പേസസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്തേക്ക് കയറാനായിട്ട് നമ്മൾക്ക് അപ്പോൾ എന്താണ് വളരെ ഉപകാരമാണ്. ട്രൈപോഡ് പോലെയുള്ള നമുക്ക് റിട്രീവിങ് എക്യുപ്മെൻറ്റുകൾ വളരെ സുഖമായിട്ട് ഉപയോഗിക്കുക. അതിനകത്ത് ആളെ ഇറക്കാനും അതിനകത്ത് നിന്ന് ആളെ പുറത്തേക്ക് എടുക്കാനും. ഹൊറിസോണ്ടൽ എൻട്രി എന്ന് പറയുന്നത് അതിനകത്തേക്ക് ആളെ കയറാനും കിടക്കാനും ഏതെങ്കിലും നമ്മൾ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഈ കൺഫിഗറേഷൻ അനുസരിച്ച് കൺഫൈൻഡ് സ്പേസിനെ പലതരത്തിലായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്കറിയേണ്ടത് ഏത് കാറ്റഗറിയിലുള്ള കൺഫൈൻഡ് സ്പേസസ് എന്നാണ്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടത്തെ മുൻനിർത്തിക്കൊണ്ട് എത്ര അപകടകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, 2, 3 and 4. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സേഫ് എൻട്രി. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്, അത് അപകടം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കൺഫൈൻഡ് സ്പേസിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ബ്രീത്തിങ് അപ്പാരറ്റസ് വേണം. അതായത് നമുക്കൊരു സപ്പോർട്ട് വേണം. ഓക്സിജൻ അല്ലെങ്കിൽ നമ്മൾ വായു സിലിണ്ടറിൽ നിറച്ചിട്ട് അതിനകത്ത് നിന്ന് ബ്രീത്ത് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. അതുകൊണ്ട് വേണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാറ്റഗറി 3 കൺഫൈൻഡ് സ്പേസസിലേക്ക് ഇറങ്ങുന്നത്.
കാറ്റഗറി 4 കൺഫൈൻഡ് സ്പേസസ് എന്ന് പറഞ്ഞാൽ അത് IDLH കാറ്റഗറിയിൽ വരുന്ന ഇമ്മീഡിയറ്റ് ഡേഞ്ചേഴ്സ് ടു ലൈഫ് ആൻഡ് ഹെൽത്ത്, അതായത് ഭയങ്കര അപകടം പിടിച്ച കൺഫൈൻഡ് സ്പേസസ് ആണ്. അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വിഷവാതകങ്ങളും ഫ്ലാമബിൾ ഗ്യാസുകളും ഓക്സിജൻ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. അതിന് സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ട് വേണം അതുപോലുള്ള കൺഫൈൻഡ് സ്പേസസിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള കൺഫൈൻഡ് സ്പേസിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് ആദ്യം കൺഫിഗറേഷൻ: ഓപ്പൺ കൺഫൈൻഡ് സ്പേസ്, ഒബ്സ്ട്രക്റ്റഡ്, എലിവേറ്റഡ്, നോൺ എലിവേറ്റഡ്, വെർട്ടിക്കൽ എൻട്രി ആൻഡ് ഹൊറിസോണ്ടൽ എൻട്രി. കാറ്റഗറി ഏതൊക്കെയാണ്? കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4. ഇനി ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് നമുക്കൊരു ടീം വേണം. ഏതൊരു കൺഫൈൻഡ് സ്പേസ് എൻട്രി ഓപ്പറേഷനും ഒരു ടീമുണ്ട്. ആ ടീമിൽ മിനിമം 4 ആളുണ്ടായിരിക്കണം. 2 ആളെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എൻട്രൻ്റാണ്. ആരാണോ കൺഫൈൻഡ് സ്പേസിനകത്തേക്ക് ഇറങ്ങുന്ന ജോലിക്ക് വേണ്ടി, ഇപ്പോൾ മെയ്സൺ ആണെങ്കിലും കാർപ്പൻ്റർ ആയാലും വെൽഡർ ആണെങ്കിലും ആരാണോ അതിനകത്തേക്ക് ഇറങ്ങുന്നത് അവർ ബഡ്ഡി സിസ്റ്റത്തിലായിരിക്കണം. മിനിമം 2 ആദ്മി. ചില ഒക്കേഷൻ ടൈമിൽ മാത്രം ഒരാളൊക്കെ വിടാറുണ്ട്, വളരെ റെയർ കേസിൽ. അല്ലെങ്കിൽ മിനിമം 2 ആൾ അല്ലെങ്കിൽ 3 4 പേര് ആയിട്ടായിരിക്കണം അതിനകത്തേക്ക് പോകുന്നത്. പിന്നെ ഒരാൾ ഹോൾ വാച്ച് എന്ന് പറയും. ഒരാൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ കൺഫൈൻഡ് സ്പേസിൻ്റെ പുറത്ത് ഇവരുടെ വർക്കുകളെല്ലാം മോണിറ്റർ ചെയ്യാനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പുറത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അവരെന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിളിച്ച് അറിയിക്കാനും സൂപ്പർവൈസറുമായിട്ട് കോൺടാക്ട് ചെയ്യാനും ഒരാളുണ്ടാവും. അയാളുടെ പേരാണ് ഹോൾ വാച്ച്. മൂന്നാമത്തെ ഒരാളാണ് ഓവറോൾ ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരാണ് സൂപ്പർവൈസർ. മനസ്സിലാണ്ടോ? ഇത്രയാണ് കൺഫൈൻഡ് സ്പേസിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ കൺഫൈൻഡ് സ്പേസ് എൻട്രി പ്രൊസീജിയറിനെ പറ്റിയും അതിനകത്തുള്ള ബ്രീത്തിങ് അപ്പാരറ്റസ്, അതായത് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസിനെ പറ്റിയും, പിന്നെ അതിലെ ടീമിൻ്റെ ആരൊക്കെയാണ് ടീമിലുണ്ടെന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നതിനെ പറ്റിയും വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.